നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഗെത്സമന തോട്ടത്തിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളും ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദിപുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുന്നോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മനുഷ്യവർഗം തെറ്റിപ്പോയത് പിതാവായ ദൈവത്തെ അനുസരിക്കാതെ അവര് ശാപഗ്രസ്തരായി തീരാനിടയായി തീർന്നത് ഒരു തോട്ടത്തിലാണ്, ഏദൻ തോട്ടത്തിലാണ്. ദൈവം മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് ഒരുക്കുന്നതിൻ്റെ പ്രാരംഭ പടിയെന്നോണം കർത്താവായ യേശു മനുഷ്യൻ്റെ പാപത്തെ ഒരു തോട്ടത്തിൽ വെച്ച് തൻ്റെ തലയിൽ ഏറ്റെടുക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ ഗെത്സമനയിലെ പ്രാർത്ഥന, അത് എനിക്ക് കുരിശുമരണത്തിന് മനസ്സില്ല, വേദനപ്പെടാൻ മനസ്സില്ല, കയ്പ് കുടിക്കാൻ എനിക്ക് മനസ്സില്ല, നഗ്നനാകാൻ എനിക്ക് മനസ്സില്ല, അടികൊള്ളാൻ എനിക്ക് മനസ്സില്ല, മുൾമുടി ചൂടാനും ചങ്കത്ത് കുത്തേൽക്കാനും എനിക്ക് മനസ്സില്ല, അതുകൊണ്ട് എന്നെ ഒഴിവാക്കിത്തരണം എന്ന് ആണ് യേശു പ്രാർത്ഥിച്ചതെന്നൊക്കെ പരിഹാസ രൂപേണ പറയുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും സകല ശാപവും ദൈവം തന്നെ ഏറ്റെടുക്കണം. അതിനാണ് ദൈവം മനുഷ്യനായത്. ഈ സത്യം പലർക്കും അറിഞ്ഞുകൂടാ. ലോകത്തിലെ സകല മതങ്ങളിലും മനുഷ്യൻ പ്രാർത്ഥിക്കുകയും നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയും പ്രായശ്ചിത്തം കഴിക്കുകയും ചെയ്താൽ രക്ഷ കിട്ടും, മോക്ഷം കിട്ടും, സ്വർഗം കിട്ടും എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്തു മാർഗത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ക്രിസ്തു മാർഗത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ചില വിഭാഗങ്ങൾ കൂദാശകളാൽ രക്ഷ കിട്ടും. അതായത് പുരോഹിതന്മാരുടെ കർമ്മകൂദാശകളാൽ അവരുടെ അണികൾക്ക്, അവരുടെ കുഞ്ഞാടുകൾക്ക് ആത്മരക്ഷ കിട്ടും എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം കണ്ടേക്കാം. പക്ഷെ ബൈബിൾ അതിനെ അനുകൂലിക്കുന്നില്ല. മനുഷ്യവർഗത്തിന് ആത്മരക്ഷയും അല്ലെങ്കിൽ പാപമോചനവും സ്വർഗവും ഉണ്ടാകണമെങ്കിൽ ദൈവം, നീതിമാനായ പരിശുദ്ധനായ ദൈവം മനുഷ്യന് വിധിച്ച ആ വിധി ദൈവം തന്നെ അനുഭവിക്കണം. അതിനാണ് ദൈവത്തിലെ പുത്രനായ തമ്പുരാൻ പ്രവചനപ്രകാരം മനുഷ്യനായി ഭൂമിയിൽ വന്ന് 33 വർഷം കൊണ്ട് തൻ്റെ ദൈവത്വം തെളിയിച്ചത്. എന്തിനാണ് യേശു വന്നത്? യേശു വന്നത് താൻ മനുഷ്യൻ്റെ നരകം അനുഭവിക്കാൻ യോഗ്യനായ ദൈവമാണ്. മനുഷ്യന് നരകവിധി വിധിച്ച ദൈവം താൻ തന്നെയാണ്. അത് മനുഷ്യന് പകരം അനുഭവിക്കാനാണ് വന്നത് എന്നാണ് യേശു തെളിയിച്ചത്. സ്വർഗത്തിൽ അദൃശ്യനായി വാഴുന്ന ആ അവസ്ഥയിൽ തനിക്ക് ശിക്ഷയേൽക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് വേദന സഹിക്കാനായി, ദാഹം സഹിക്കാനായി, നിന്ദ സഹിക്കാനായി സാധിക്കുന്ന ഒരു ശരീരം അവിടുന്ന് ഏറ്റെടുക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയായത്. തൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം തന്നെ താനൊരു സാധാരണ മനുഷ്യനല്ല, ഒരു യഹൂദനല്ല, അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവല്ല, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. യേശു ചെയ്ത സകല അത്ഭുതങ്ങളും അടയാളങ്ങളായിരുന്നു. അടയാളങ്ങളുടെ ആരംഭമായിട്ടാണ് വെള്ളത്തെ വീഞ്ഞാക്കിയത്. അടയാളങ്ങളുടെ രണ്ടാമത്തെ അടയാളമായിട്ടാണ് ശതാധിപൻ്റെ മകന് സൗഖ്യം നൽകിയത്. അങ്ങനെ യേശു ചെയ്ത സകല അത്ഭുതങ്ങളും താൻ ദൈവമാണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ ആയിരുന്നു. ആ കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപത്തെ ഏറ്റെടുത്ത്
ശാപത്തെ ഏറ്റെടുത്ത്, മനുഷ്യൻ്റെ വേദനയെ ഏറ്റെടുത്ത് താൻ യാഗമാകുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിച്ചത് മനുഷ്യരാണ് എന്ന് നമ്മൾ പറയും. അത് യഹൂദരാണ്, അല്ലെങ്കിൽ റോമ പടയാളികളാണ്, അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് മഹാപുരോഹിതന്മാരാണ്, അല്ലെങ്കിൽ അത് യേശുവിനെ ഒറ്റിക്കൊടുത്തത് യൂദയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ അതെല്ലാം അതിൻ്റെ ചില ഉപാധികൾ, നിമിത്തങ്ങൾ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ മൂല ഉത്തരവാദിത്വം പിതാവായ ദൈവത്തിനാണ്. അതുകൊണ്ടാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന, പിതാവേ, ഞാൻ കുടിച്ചല്ലാതെ ഈ പാനപാത്രം നീങ്ങിക്കൂടായെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം ആകട്ടെ. ഇവിടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമെന്ന് പറയുന്നത് എന്താണ്? എനിക്ക് മരണശിക്ഷ അനുഭവിക്കാൻ, കുരിശുമരണം അനുഭവിക്കാൻ കഴിയുകയില്ലെന്നല്ല. പിന്നെ അതായത് ദൈവത്തിൽ നിന്ന് വേർപെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. നമ്മൾ പഴയ നിയമം പഠിച്ചാൽ, പ്രത്യേകിച്ച് 75 സങ്കീർത്തനത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്, ദുഷ്ടന്മാർക്കുള്ള പാനപാത്രം അത് തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റുമൊക്കെയാണ്. അപ്പം നരകത്തിൽ ദുഷ്ടന്മാർ അവർ ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭിക്കാൻ പോകുന്ന പാനപാത്രം, അവരുടെ ഓഹരി, അത് നരകമാണ്, നരകയാതനയാണ് എന്നാണ്. അപ്പോൾ അവിടെ ആരില്ല? അവിടെ ദൈവമില്ല. അവർ ദൈവത്തിനായി ദാഹിക്കുകയാണ്, ദൈവസഹായത്തിനായിട്ട് അവർ കേഴുകയാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് നരകത്തിൽ അവർ നിലവിളിക്കുകയാണ്. വാസ്തവത്തിൽ അതാണ് ഗത്സമനയിൽ സംഭവിച്ചത്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടൊരു ജീവിതം, അത് യേശുവിന് ഓർക്കാൻ പോലും കഴിയുന്നില്ല. താൻ എപ്പോഴും ദൈവത്തോടു കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടുന്ന് സ്വർഗത്തിൽ പിതാവിനോട് കൂടെ ജീവിച്ചയാളാണ്. ബേത്ലഹേമിലെ ജനന സമയത്തായാലും, അല്ലെങ്കിൽ നസറേത്തിലെ തൻ്റെ തൊഴിൽ ചെയ്തുകൊണ്ടുള്ള ജീവിതകാലത്തായാലും, അതിനുശേഷം സ്നാനസമയത്തായാലും, അത് കഴിഞ്ഞുള്ള ശുശ്രൂഷ രംഗത്തായാലും ഒക്കെയും പിതാവിനോട് ആലോചന ചോദിച്ച് പിതാവുമായിട്ടുള്ള സഹിത്വത്തിൽ, കൂട്ടായ്മയിലാണ് യേശു ജീവിച്ചിരുന്നത്. എന്നാൽ പിതാവിൻ്റെ ഒരു സഹായവുമില്ലാത്ത, പിതാവിൻ്റെ സാന്നിധ്യമില്ലാത്ത ഏകാന്തത അനുഭവിക്കണം. അതായത് നരകത്തിൽ ഏകാന്തതയാണല്ലോ, അത് അനുഭവിക്കണം. അതാണ് യേശു പറയുന്നത്, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ വിട്ടുപിരിഞ്ഞുള്ള ഒരു ജീവിതം, പിതാവെ, അങ്ങയോട് കൂടെ അല്ലാത്തൊരു ജീവിതം, അതെനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷേ ഞാൻ ഈ പാനപാത്രം കുടിച്ചെങ്കിൽ അല്ലാതെ മനുഷ്യന് രക്ഷ സാധ്യമാകുന്നില്ല എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്താൽ കൈവിടപ്പെടണം. മനുഷ്യൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനാണ്. മനുഷ്യന് ദൈവസഹായമില്ല, ദൈവശാപമാണുള്ളത്. ആ ശാപം മാറി മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടണം എങ്കിൽ യേശു ആ ശാപം അനുഭവിക്കണം. യേശു ഏകാന്തത അനുഭവിക്കണം. പിതാവുമായിട്ടൊരു കൂട്ടായ്മയും ഇല്ലാത്ത ചില മണിക്കൂറുകളിലൂടെ യേശു കടന്നു പോകണം. അതിനുവേണ്ടിയാണ്, അതിനുവേണ്ട ധൈര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് യേശു ശിഷ്യന്മാരുടെ കൂടെ ഗത്സമനയിൽ പോയത്. എല്ലാ ശിഷ്യന്മാരോടൊത്താണ് പോയതെങ്കിലും 9 ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട്, അല്ലെങ്കിൽ 8 ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട്, കാരണം യൂദ യേശുവിനെ ഒറ്റിക്കൊടുക്കാനായി കാണിച്ചു കൊടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ 8 ശിഷ്യന്മാരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് 3 പേരുമായിട്ട്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, ഈ 3 പേരുമായിട്ട് അല്പം മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും, മറുമലയിൽ തേജസ്കരിക്കപ്പെട്ടപ്പോഴും, ഈ ഗത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോഴും ഈ 3 ശിഷ്യന്മാർ ദൃക്സാക്ഷികളായിരുന്നു. എന്തുകൊണ്ടാണ് ഈ 3 പേരെ പ്രത്യേകിച്ച് കർത്താവ് ഇങ്ങനെ കൊണ്ടുപോയത്, ഇതൊക്കെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ രക്തസാക്ഷി, അപ്പോസ്തലന്മാരിൽ ആദ്യ രക്തസാക്ഷി യാക്കോബാണ്. രണ്ടാമത് യോഹന്നാനെ കൊണ്ടും പത്രോസിനെ കൊണ്ടും ഇത് സംബന്ധിച്ചൊക്കെ എഴുതിക്കുവാൻ തനിക്ക് താല്പര്യമുണ്ട്. അവരാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട കുറേ പുസ്തകങ്ങൾ രചിക്കാനിടയായത്. അതുകൊണ്ട് ഇത് നിർമ്മിത കഥകളെ പ്രമാണിച്ചല്ല, ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് എന്ന് അവരെ കൊണ്ട് എഴുതിക്കാൻ വേണ്ടി കൂടെ ആകാം അവരെ വേറിട്ട് കൊണ്ടുപോയത്. എന്തായാലും നമ്മുടെ കർത്താവ് ഗത്സമനയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൽ നിന്നും ആ പാനപാത്രം സ്വീകരിക്കുകയാണ്. നരകം അനുഭവിക്കുവാൻ ഉള്ള സമ്മതപത്രം അവിടെ നൽകുകയാണ്.
അങ്ങനെ പ്രാർത്ഥിച്ച് തീർന്ന സമയത്താണ് യേശുവിനെ പിടിക്കാൻ വേണ്ടി ആളുകൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് മനസ്സായിട്ട് സന്തോഷത്തോടെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഏകാന്തത അനുഭവിക്കാൻ, വേദന അനുഭവിക്കാൻ, ശിക്ഷയേൽക്കാൻ, ശാപമേൽക്കാൻ തയ്യാറായതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.